ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ചെസ്റ്റിലെ ഫാറ്റ് തൂങ്ങുക എന്ന് പറയുന്നത്. അത് കാരണം നമുക്ക് ഒരു ഷർട്ട് പോലും അടിച്ച് ഒന്ന് പുറത്തോട്ട് നിൽക്കാൻ കഴിയില്ല. ആൾക്കാർ കളിയാക്കും എന്നൊക്കെ കരുതിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ 3 പാർട്സുകൾക്കും മിഡിൽ, അപ്പർ ആൻഡ് ലോവർ, ഈ 3 ചെസ്റ്റിൻ്റെ മസിൽ ഗ്രൂപ്പിനും നല്ല രീതിയിൽ ഫലം തരുന്ന വർക്കൗട്ടാണ്. അപ്പം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചെസ്റ്റിലെ ഫാറ്റൊക്കെ കുറച്ച് നിങ്ങൾക്ക് ചെസ്റ്റ് നല്ല ഷേപ്പാക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനൊരു ഡമ്പൽ വേണം, അത് അത്യാവശ്യമാണ്. ഡമ്പലും പിന്നെ ബോഡി വെയ്റ്റ് വർക്കൗട്ടോടെ ചേർത്താണ് നമ്മൾ വർക്കൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. പിന്നെ 1-2 ദിവസം കൊണ്ടൊന്നും ഇതിന് റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം തരും. നമ്മുടെ ചെസ്റ്റൊക്കെ നല്ല അടിപൊളിയാവും, നല്ല ഷേപ്പാവും. അപ്പം നിങ്ങൾ ഇതിൻ്റെ വീഡിയോയ്ക്കൊക്കെ നല്ല റെസ്പോൺസാണ് തരുന്നത്. ഇതുവരെയുള്ള എൻ്റെ വീഡിയോകളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇനിയും നല്ല വീഡിയോകൾ ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോ കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 8 വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സൂപ്പർ സെറ്റ് ആ ഒരു ഇതിലാണ് നമ്മുടെ വർക്കൗട്ട് മൊത്തം പോകുന്നത്. എന്ന് വെച്ചാൽ ആദ്യം ഒരു വർക്കൗട്ട്, ഒരു 10 റെപ്സിൻ്റെ ഒരു വർക്കൗട്ട്, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 10 സെറ്റിൻ്റെ ബ്രേക്ക് ഇല്ലാതെ തന്നെ അടുത്ത വർക്കൗട്ട്. ഇതാണ് നമ്മുടെ ഒരു സെറ്റ്. ഇതിനുള്ള 3 സെറ്റ്. ഓക്കെ, 3 സെറ്റാണ് ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആദ്യത്തെ വർക്കൗട്ട്. ഡംബൽ പ്രസ്സാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടൻ തന്നെ ഇതൊരു 10 റെപ്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ അപ്പർ ചെസ്റ്റിൻ്റെ വർക്കൗട്ട്. ഇതാണ് നമ്മുടെ ഒരു സെറ്റ്. 10 ഡംബൽ പ്രസ്, 10 നമ്മൾ കൈവച്ചിട്ടുള്ള നമ്മുടെ ഇൻക്ലൈൻ പുഷപ്പ്. ഓക്കെ, ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റ് ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതും മിഡിൽ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് 2. ഓക്കെ, ഇത് നിങ്ങൾ 3 സെറ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ഇല്ലാതെയാണ് നിങ്ങൾ 3 സെറ്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ചെയ്യണം, കാരണം ഇപ്പോൾ ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടാണ്. നമ്മൾ പെട്ടെന്ന് അതിന് ആ ഒരു ഫ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട്, ഒരു ഫീലിങ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. രണ്ടാമത്തെ വർക്കൗട്ട് ഇതേ കണക്ക് തന്നെയാണ്, സൂപ്പർ സെറ്റാണ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ 10 പ്രാവശ്യം വെച്ച് 3 സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം തന്നെ ബ്രേക്ക് പാടില്ല, ബ്രേക്ക് ഇല്ലാതെ തന്നെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കണം. 10-10. ഓക്കെ, ഇതും നമ്മുടെ 3 സെറ്റാണ്. നമുക്ക് തുടങ്ങാം. ഇത് 10 പ്രാവശ്യം ചെയ്യുക. അടുത്തൊരു ഡിക്ലൈൻ പുഷപ്പാണ്. ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതും മിഡിൽ ചെസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്.
അടുത്ത രണ്ടാമത്തെ വർക്കൗട്ട് ഇതാണ്. ഇത് നമ്മൾ 3 സെറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്. അതും സൂപ്പർ സെറ്റാണ്. 2 വർക്കൗട്ട് ചേർന്നാണ്, കോംബോ വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട്. ഇത് നിങ്ങൾക്ക് നിന്നുകൊണ്ടും ചെയ്യാം, ഇരുന്നുകൊണ്ടും ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഒരിക്കലും വെയിറ്റ് പൊക്കുമ്പോൾ ഇത്രയും പൊക്കരുത്, ഇത്രയും മതി. ഇത് 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഉടൻ തന്നെ വൈഡർ പുഷപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നോർമലി പുഷപ്പ് ചെയ്യുന്നതിനായിട്ട് അല്പം കൂടെ കൈ വൈഡാക്കി വെച്ചതിന് ശേഷമാണ് പുഷപ്പ് പോകുന്നത്. ഈ വർക്കൗട്ടുകളെല്ലാം ചെന്ന് സ്ലോയിൽ വേണം ചെയ്യാൻ. നമ്മൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യരുത്. നമ്മുടെ ചെയ്യുന്ന ചെസ്റ്റിന് നല്ല ആക്ടിവേഷൻ വേണം. അപ്പോൾ അതേപോലെ അതൊക്കെ സ്ലോവിൽ വെയിറ്റ് കൺട്രോൾ ചെയ്ത് വേണം വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യാം. അതിനൊക്കെ ബ്രീത്തിങ് വളരെ ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ഫലം തരും, നല്ല ഗുണമുള്ള വർക്കൗട്ടുകളാണ്. ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് കോംബോ വർക്കൗട്ടാണ്, സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ്. ഇത് നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ ഫുള്ളായിട്ടുള്ള ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഡംബൽ പുൾ ഓവറും നമ്മൾ ലോവറിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ട്. ഓക്കെ, ഇത് തുടങ്ങാം. അപ്പം ഞാൻ ചെയ്യുന്ന അതേ പൊസിഷനിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇത് ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വർക്കൗട്ടാണ്. വെയിറ്റ് മേളിലോട്ട് പോകുമ്പോൾ സ്ക്വീസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോവർ ചെസ്റ്റിൻ്റെ വർക്കൗട്ട്. അടുത്തതായിട്ട് ബ്രേക്ക് ഇല്ലാതെ ഡംബൽ പുൾ ഓവർ കളിക്കാം. ബാക്കിലെ ക്രേറ്റ് ഇരിക്കുന്നുണ്ട്, എനിക്ക് ഫുള്ളായിട്ട് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റിയില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വെയിറ്റ് മാക്സിമം താഴെ തട്ടണം. ഇത് ഡബിൾ പുൾ ഓവർ എന്ന് വർക്കൗട്ടാണ്. ഇതാണ് നമ്മുടെ അടുത്ത സൂപ്പർ സെറ്റ്. ഇതിപ്പോൾ 8 വർക്കൗട്ടുകളാണ് നമുക്കായത്. 8 വർക്കൗട്ടുകൾ. ഇത് നല്ല അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടും. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ വർക്കൗട്ട് ഇത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടാണ്. വെയിറ്റ് നിങ്ങൾക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞ വെയിറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊന്നും ഉപയോഗിക്കുക. ചെറിയ ഡംബലായാലും മതി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.